എല്ലാവർക്കും സ്കൂൾ വിശേഷത്തിലേക്ക് സ്വാഗതം. ഒന്നാം ക്ലാസ്സിലെ IT പാഠപുസ്തകത്തിൽ ഇന്ന് പഠിക്കാനുള്ളത് 16-ാം പാഠമാണ്. കൂട്ടി നോക്കാം. പുസ്തകത്തിൽ ഒരു ചിത്രം, ആക്ടിവിറ്റിയുടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. അവിടെ രണ്ട് സംഖ്യകൾ കൂട്ടി നോക്കി കിട്ടുന്ന ഉത്തരം തൊട്ട് വലതുവശത്തെ കളങ്ങളിൽ നിന്നും എടുത്ത് ഒഴിഞ്ഞ കളത്തിൽ കൊണ്ടുവന്ന് ചേർക്കണം. അപ്പോഴേ അത് ഉത്തരം അല്ലെങ്കിൽ ഗെയിം പൂർത്തിയാവുകയുള്ളൂ. ആ സംഖ്യകളെല്ലാം കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം പച്ച ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരിയുത്തരങ്ങൾ വലിച്ച് അതത് കളങ്ങളിൽ കൊണ്ടുവയ്ക്കണം, എങ്കിലേ ഉത്തരം ശരിയാവുകയുള്ളൂ. അതുപോലെ തന്നെ കുറയ്ക്കുവാനും ഉണ്ട്. നേരത്തെ നമ്മൾ പഴങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്തിരുന്നതെങ്കിൽ ഇവിടെ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്നതിലുള്ള സംഖ്യ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കുട്ടിക്ക് സാധിക്കും. അതിനായി ആപ്ലിക്കേഷൻ ഗെയിംസ് pySioGame തുറക്കാം. ഗെയിമിൻ്റെ തുറന്നു വന്നു. അതിൽ മാത്തമാറ്റിക്സ് 2 എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ബേസിക് ഓപ്പറേഷൻസ് അഡീഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആദ്യത്തേത് 3 + 4 എത്രയാണ്? 7. 7 എന്നുള്ള സംഖ്യ കൊണ്ടുവന്ന് വെച്ചു. അതുപോലെ അടുത്തത് 6 1 + 7 അതുപോലെ അത് കൊണ്ടുവന്ന് വെക്കാം. 8 + 4 12. ടിക്ക് മാർക്ക് ചെയ്യാം. ഉത്തരം ശരിയാണെങ്കിൽ പെർഫെക്റ്റ് എന്ന് പറയും. അടുത്ത ലെവല്. അപ്പോൾ ആ സംഖ്യകൾ കൂട്ടി നോക്കുന്നതിനും അതോടൊപ്പം അതിൻ്റെ ഉത്തരം എത്രയാണെന്ന് മനസ്സിലാക്കുന്നതിനും വലതുവശത്തെ കളത്തിൽ നിന്ന് കൃത്യമായി ഉത്തരങ്ങൾ മനസ്സിലാക്കി അവയെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ശരിയാക്കുന്നതിനും കുട്ടിക്ക് സാധിക്കുന്നു. വീണ്ടും അടുത്ത ലെവല്. 6 1 കുട്ടി 7 എന്ന് മനസ്സിലാക്കുന്നു. 7 എന്ന സംഖ്യ വലതുവശത്ത് നിന്ന് തിരിച്ചറിയുന്നു. അവയെ ആ ഒഴിഞ്ഞ കളത്തിൽ കൊണ്ടുവന്ന് വെക്കുന്നു. 8 + 3 11. ടിക്ക് മാർക്ക് കൊടുക്കുന്നു. അടുത്ത ലെവൽ. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ കുറച്ചുകൂടി കണക്കിൻ്റെ ആഴത്തിലേക്ക് പോകുന്നതിന് കുട്ടിക്ക് സാധിക്കുന്നു. സംഖ്യാബോധം ഉണ്ടാകുന്നതിനും എണ്ണി പഠിക്കുന്നതിനും കൂട്ടി നോക്കുന്നതിനുമൊക്കെ കുട്ടിക്ക് സാധിക്കുന്നു. ഇവിടെ ഞാൻ തെറ്റായ ഒരു രീതി ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്. തെറ്റിപ്പോയാൽ അത് എങ്ങനെ തിരുത്താം എന്നുള്ളതാണ്. ഉണ്ടോ? ടിക്ക് കൊടുത്തു, തെറ്റാണ് ഉത്തരം. അപ്പോൾ അത് ശരിയാക്കണം. എവിടെയാണ് തെറ്റിപ്പോയതെന്ന് കുട്ടി നോക്കുന്നു. 6 + 3 9 അപ്പോൾ അത് 9 നമ്മൾ താഴേക്ക് കൊണ്ടുവന്നു. 8 മുകളിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്തു. കണ്ടോ? ഇനി വീണ്ടും ടിക്ക് മാർക്ക് കൊടുക്കാം. ഉത്തരം ശരിയായി. ഇപ്പോൾ കൂട്ടി നോക്കിയതുപോലെ തന്നെ ഇനി നമുക്ക് കുറയ്ക്കുവാനുമുണ്ട്. അതിൽ സബ്സ്ട്രാക്ഷൻ എന്ന ഇടതുവശത്തെ കോളത്തിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതാ വന്നു കഴിഞ്ഞു. ഇനി അത് കുറച്ച് നോക്കാം. നേരത്തെ ചെയ്ത് കൂട്ടി നോക്കുകയായിരുന്നു. ഇപ്പോൾ കുറച്ച് നോക്കാം. 4 നിന്ന് 1 കുറച്ചാൽ 3. അപ്പോൾ 3 എന്ന സംഖ്യയെ അവിടെ വലതുഭാഗത്ത് കൊടുത്തിരിക്കുന്നതിൽ നിന്നും ക്ലിക്ക് ചെയ്ത് വലിച്ചുകൊണ്ട് വന്ന് അതത് കോളത്തിൽ കൊണ്ടുവന്ന് വെച്ചു. 9 നിന്നും 7 കുറയ്ക്കുമ്പോൾ എത്രയാണെന്ന് വെച്ചാൽ അത് കൊണ്ടുവന്ന് ചേർത്ത് വയ്ക്കാം. കണക്കുകളിലെ കളികൾ രസകരമാക്കി ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ഗെയിം ഉപയോഗിക്കുന്നത്. ടിക്ക് മാർക്ക് കൊടുക്കാം. രണ്ടാമത്തെ ലെവലിലേക്ക് പോയി. 9 നിന്ന് 3 കുറച്ചാൽ 6. അവയെ കൊണ്ടുവന്ന് ചേർത്ത് വെച്ചു. 5 നിന്ന് 3 കുറയ്ക്കുമ്പോൾ വീണ്ടും 2. അടുത്ത ലെവലിലേക്ക് പോവാം. അപ്പോൾ കണക്കിലെ കളികൾ ഏറെ രസകരമാക്കി അവതരിപ്പിക്കാൻ ഈ ഗെയിം ഏറെ ഉപകരിക്കും. കുട്ടികളുടെ മനസ്സിൽ ആഴത്തിൽ സംഖ്യകളുടെ അളവും അല്ലെങ്കിൽ സംഖ്യാബോധവും ഉണ്ടാകുന്നതിന് ഈ ഗെയിം ഉപകരിക്കുന്നുണ്ട്. ക്ലാസ്സിൽ കാണാതെ പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരി ഈ കണക്കിലെ കളികളെ ഏറെ രസകരമാക്കി അവതരിപ്പിക്കുക എന്നുള്ളതാണ് pySioGame എഡ്യൂക്കേഷൻ ആക്ടിവിറ്റി പാക്കിൻ്റെ പ്രയോജനം. അത് അധ്യാപകർക്കും കുട്ടികൾക്കും ഏറെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. അതാണ് നമ്മൾ ഇന്നിവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 8 നിന്ന് 2 കുറയ്ക്കുമ്പോൾ 6. 7 നിന്ന് 5 കുറയ്ക്കുമ്പോൾ 2. ഇപ്പോൾ കുട്ടി കൂട്ടാനും കുറയ്ക്കുവാനും പഠിച്ചു. ഇനി നമുക്ക് ഇത്രയുമാണ് ഇന്നത്തെ പ്രവർത്തനം. എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയേക്കും. താങ്ക് യു.